നമസ്കാരം. ഇന്നു നമ്മൾ വളരെ ഗഹനമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. 108 ഉപനിഷത്ത് ബ്രഹ്മവിദ്യാഖണ്ഡ എന്ന ഗ്രന്ഥത്തിന്റെ സത്തയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആത്മീയമായ ഒരു അന്വേഷണ പാതയിലുള്ള ഏതൊരാൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം? നമ്മൾ എന്തിനാണ് ഇവിടെയുള്ളത്? സത്യത്തിൽ സഹസ്രാബ്ദങ്ങളായ മനുഷ്യൻ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ ഈ ഒരു അന്വേഷണം, ഈ ഒരു പരമമായ സത്യത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പേരുണ്ട്. ഏറ്റവും ഉയർന്ന ജ്ഞാനം എന്നൊക്കെ പറയാം. അതെ, അതാണ് ബ്രഹ്മവിദ്യ. കേൾക്കുമ്പോൾ വലിയൊരു വാക്കായി തോന്നാം, പക്ഷേ സംഗതി വളരെ ലളിതമാണ്. പരമമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവ്, ആത്മാവിനെയും ഈ പ്രപഞ്ച സത്യത്തെയും കുറിച്ചുള്ള ജ്ഞാനം, നമ്മുടെ ഉള്ളിലെ ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നൊരു ശാസ്ത്രം. അപ്പൊ ശരി, ഈ ബ്രഹ്മവിദ്യ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതെവിടെ നിന്നാണ് വരുന്നത്? എന്താണിതിന്റെ ഒരു ഉറവിടം? നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരം നമ്മുടെ ഉപനിഷത്തുകളിലാണ്. വേദങ്ങളുടെയെല്ലാം സത്തയാണ് ഉപനിഷത്തുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് മഹർഷിമാർക്ക് അഗാധമായ ധ്യാനത്തിൽ വെളിപ്പെട്ട സത്യങ്ങളാണിതിലുള്ളത്. കാലത്തെ അതിജീവിക്കുന്ന അറിവുകൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഇത്രയും ഗഹനമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെ സമയം കണ്ടെത്തും? അതെങ്ങനെ നമുക്ക് പ്രാപ്യമാകും? ഭാഗ്യവശാൽ ഈ കാലാതീതമായ ജ്ഞാനത്തെ നമുക്ക് വേണ്ടി, അതായത് ആധുനിക കാലഘട്ടത്തിനു വേണ്ടി വളരെ വ്യക്തവും ലളിതവുമായി സമാഹരിച്ചിട്ടുണ്ട്. വലിയൊരു പരിശ്രമം തന്നെ അതിനു പിന്നിലുണ്ട്. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ പുസ്തകം, 108 ഉപനിഷത്ത് ബ്രഹ്മവിദ്യ ഖണ്ഡ്. ഈ പുസ്തകമാണ് ആ വലിയ അറിവിലേക്കുള്ള നമ്മുടെ വാതിൽ. യുഗ് നിർമാൺ യോജന മധുര പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം ആഴത്തിലുള്ള ജ്ഞാനത്തിലേക്കുള്ള ഒരു താക്കോൽ തന്നെയാണ്. ഇങ്ങനൊരു വലിയ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ അതിനു പിന്നിൽ അസാധാരണമായ ഒരു വ്യക്തിത്വം വേണം, അല്ലേ? മറ്റുള്ളവർക്ക് വഴികാട്ടാനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു ദീർഘദർശി തന്നെ വേണം. ആ മഹാനാണ് യുഗഋഷി പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജി, ഈ അമൂല്യമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു ദൗത്യമായിരുന്നു. എന്താണെന്നോ? വിചാരക്രാന്തി, ഒരു ചിന്താവിപ്ലവം. അതായത് ഈ വലിയ ആത്മീയ ജ്ഞാനമൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ വളരെ പ്രായോഗികമായി ലളിതമാക്കി കൊടുക്കുക. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പുസ്തകം ഒരൊറ്റപ്പെട്ട ഒന്നല്ല. സത്യത്തിൽ ഇത് വലിയൊരു ആത്മീയ യാത്രയുടെ ചിട്ടയായ ആദ്യത്തെ പടി മാത്രമാണ്. നോക്കൂ, ഇതൊരു 3 ഘട്ടങ്ങളുള്ള പാതയാണ്. ഒന്നാമത്തെ ഘട്ടമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ബ്രഹ്മവിദ്യാഖണ്ഡ്. ഇത് അടിത്തറയാണ്. അതിനുശേഷം ജ്ഞാനഖണ്ഡ് വരുന്നു, അറിവിന്റെ പാത. പിന്നെ വരുന്നത് സാധനാഖണ്ഡ്, അതായത് പരിശീലനത്തിന്റെ പാത. എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്. വളരെ ചിട്ടയായ ഒരു ക്രമീകരണം. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, അതിന്റെ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് നോക്കിയാലോ? ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഒന്നാമതായി, ഇത് പരമമായ ജ്ഞാനമായ ബ്രഹ്മവിദ്യയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. രണ്ടാമതായി, ഉപനിഷത്തുകളിലെ ആഴമേറിയ അറിവുകൾ നമുക്കുവേണ്ടി ലളിതമാക്കി തന്നിരിക്കുന്നു. പിന്നെ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എന്ന മഹാനാണിതിനു പിന്നിൽ. ഏറ്റവും പ്രധാനമായി, നമ്മുടെയൊക്കെ ആത്മീയ യാത്ര തുടങ്ങാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണിത്. അപ്പോൾ വഴികാട്ടാനും അറിവു പകരാനും ഈ ഗ്രന്ഥം ഇവിടെയുണ്ട്. വഴി വ്യക്തമാണ്. ആ വെളിച്ചത്തിലേക്ക് നടക്കാൻ, ആ യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ?